ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെയിൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പോത്തിൻ്റെ തലച്ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 തലച്ചോറാണ്, 2 എണ്ണത്തിൻ്റെ തലച്ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കേക്ക് വൃത്തിയാക്കിയിട്ട് അതിലിങ്ങനെ ഈ രക്തക്കട്ടകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നിറച്ച് രക്തക്കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ ഒരു വലുപ്പത്തിൽ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ചതവ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വേപ്പിലയും 2 അല്ലി വെളുത്തുള്ളി വലുതായതുകൊണ്ട് 2 അല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകവും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം പാടെ ചേർത്തിട്ടുണ്ട്. ഞാൻ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തലച്ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് കേട്ടോ, കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ലോണം അമർത്തിയിട്ടൊന്നും മിക്സാക്കാൻ പറ്റില്ല, കാരണം അത് തലച്ചോറായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. ഇതിലൊരിക്കലും മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അപ്പാടെ ഇല്ലാണ്ടാവും കേട്ടോ. മുളക് പൊടി ചേർക്കാതെ വെറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ചതവുമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറച്ചും പാടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയപ്പോൾ ഒന്നും ഇല്ലാതെ തോന്നിയപ്പോൾ ഒരു 1/2 സ്പൂണും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ ഇതിൽ നല്ലവണ്ണം ഇതൊക്കെ ഒന്ന് പിടിച്ച് വരുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തലച്ചോറ് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അതിലിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പത പോലെ ഇങ്ങനെ വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഉടഞ്ഞു പോവാതെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ.
ഫുള്ളായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം ഒന്നും പാടെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാനിത് ചേർത്ത് കൊടുത്തപ്പോൾ മൂടി വെച്ചത് ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ചേർത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡും ആയിട്ടുണ്ടോ എന്ന് തിരിച്ച് നോക്കിയാൽ മതിയാവും കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാനൊരു പാത്രത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. ഇനി ബാക്കിയുള്ളതും പാടെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 എണ്ണത്തിൻ്റെ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ കുറച്ച് തോനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇതും അതേപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതും ഫുള്ളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചും പാടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളി തലച്ചോറ് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആട്ടോ. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് തലച്ചോറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നല്ലേ കമൻറ്റ് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല. അപ്പോൾ ഓക്കേ.